الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറ്റവും സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ഈ മാസത്തിലെ നമ്മുടെ ഈ സംഗമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ക്ഷമ എന്ന ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സദഖ നമ്മുടെ കുഞ്ഞീദ് മദനി സ്ഥാപിച്ച വേങ്ങര മനാറുൽ ഹുദയുടെ ഹിഫ്ള് വിഭാഗത്തിലേക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണമെന്ന് ഉണർത്തുകയാണ്. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള ഒരവസ്ഥയിലാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ആശയസഹിതം ഖുർആൻ ഹിഫ്ള് ചെയ്യുന്ന 40 കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുന്നൊരു സ്ഥാപനമാണ്. നോമ്പുതുറക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3000 രൂപയാണ് ഒരു ദിവസത്തെ നോമ്പുതുറ. പുറത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. പോകുന്ന ആളുകൾ അതിലേക്ക് സദഖ ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. വിശുദ്ധ റമദാൻ മാസം സമാഗതമാകുമ്പോൾ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളതായ ഇൽമിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കുക പതിവാണ്. അതുമൂലം ഒരുപാട് ദീനിയായ വിഷയങ്ങൾ അറിയാനും മനസ്സിലാക്കാനും കുറേ സംശയങ്ങൾ ദൂരീകരിക്കാനും നമ്മുടെ പാരത്രിക വിജയത്തിനാവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാനുമെല്ലാം ഇത്തരം സദസ്സുകൾ നമുക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇതിനായി പ്രവർത്തിച്ച ആളുകൾ, ഇതിനായി ചിന്തിച്ച ആളുകൾ, അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിന് ഒരുപാട് പേരുകൾ ഉണ്ട്. ആ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ട ശ്രദ്ധേയമായ ഒരു പേരാണ് ഷഹ്റു സബ്ർ എന്നുള്ളത്, സബ്റിന്റെ മാസം എന്നുള്ളത്. എന്താണ് ഈ സബ്ർ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ മലയാളത്തിൽ അതിനൊരർത്ഥം പറയും ക്ഷമ എന്ന്. എന്നാൽ സബ്ർ എന്ന പദത്തിന് വെറും ഒരു ക്ഷമ എന്ന ആ ചെറിയ വാക്കിൽ ഒതുക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു മലയാളത്തിലുള്ള നേർക്കുനേരെയുള്ള പദം കണ്ടെത്താനും കഴിയില്ല. അസ്വബ്ർ എന്ന് പറഞ്ഞാൽ അതൊരു ആശയമാണ്. അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരാശയം, ഒരു സ്വഭാവം. നമുക്ക് നമ്മുടെ ശരീരം കൊണ്ടുള്ള അമലുകൾ
ഒരുപാട് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട് അഅമാലുകൾ. എന്നാൽ മനസ്സുകൊണ്ട് ഉള്ള അമലുകളുണ്ട്. അഅമാലുൽ ഖുലൂബ് എന്നാണ് പറയുന്നത്, മനസ്സുകൊണ്ടുള്ള അമലുകൾ. ഈ അഅമാലുൽ ഖുലൂബ് 12 അമലുകളെയാണ് ഉലമാക്കൾ ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ 12 അമലുകൾ ഹൃദയം കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചെയ്യേണ്ടുന്ന 12 അമലുകളിലെ ഒന്നാമത്തെ അമലാണ് സബ്ർ എന്നുള്ളത്. റമദാൻ മാസവും സബ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം. ആദ്യം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന സബ്ർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുക, അതില്ല എങ്കിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്താതെ പരാതിയും പരിവട്ടമൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞുകൂടുക. അങ്ങനെ ഒരു ക്ഷമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ റമദാൻ കൊണ്ടുള്ള ലക്ഷ്യം ആ ക്ഷമയല്ല. അനങ്ങാതെ എവിടെയെങ്കിലും ഇതില്ല, പരാതിയില്ല, അതിനെപ്പറ്റി ഒരു കംപ്ലൈന്റ് ഇല്ല, ഒരു ഭാഗത്ത് അടങ്ങി ഇങ്ങനെ ഇരിക്കുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ക്ഷമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാത്തിനും കഴിവുണ്ടായിരിക്കെ നമുക്ക് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും കടന്നാക്രമിക്കാനും തട്ടിത്തെറിപ്പിക്കാനും അടിച്ചമർത്താനും എന്തിനും കഴിവുണ്ടായിരിക്കെ ആ കഴിവ് ഉപയോഗപ്പെടുത്താതെ അത് പുറത്തെടുക്കാതെ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലുള്ള വിഷയത്തെ മാനിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, അതിനുള്ളതായ സൗകര്യമുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങൾ മുമ്പിലുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് വേണ്ടാന്ന് വെച്ചേക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒന്ന് ഉച്ചക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങളോട് പറയാണ്, എനിക്ക് കുറച്ച് ചോറ് വേണം, ഞാൻ കഴിക്കാൻ പോവാണ്. പെണ്ണുങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? ഇല്ല. അത് കഴിച്ചതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അത് കഴിച്ചു എന്നതിന്റെ പേരിൽ അവനക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാകുമോ? ഒന്നുമില്ല. അവൻ നോമ്പുകാരനല്ലാതെ ആയി മാറും എന്ന് മാത്രമാണ്. അപ്പൊ നോമ്പുകാരനല്ലാതെ ആയി മാറും എന്നുള്ളത് ആണ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമുള്ള വിഷയം. അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങളെ അള്ളാന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ് സബ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനുഷ്യരെക്കാൾ നന്നായി ക്ഷമിക്കുന്ന ജീവികളുണ്ട്. കന്നുകാലികൾ ക്ഷമിക്കുന്നുണ്ട്, നായ്ക്കള് ക്ഷമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പക്ഷിപറവാദികൾ ക്ഷമിക്കുന്നുണ്ട്. പക്ഷെ അവയുടെ ക്ഷമയും മനുഷ്യന്റെ ക്ഷമയും തമ്മിലുള്ള വ്യത്യാസം, അവകൾ ക്ഷമിക്കുന്നത് അവരുടെ പ്രകൃതിപരമായ ഒരു സ്വഭാവം വെച്ചുകൊണ്ടാണ്. അതല്ലാതെ അവര് പ്രത്യേകമായി റമദാനിൽ നോമ്പെടുത്ത് കരുത്താർജിച്ച് ഉണ്ടാക്കിയെടുത്ത പരിശീലനത്തിലൂടെ ഉണ്ടാക്കിയ ക്ഷമയല്ല അത്. അവരുടെ ജന്മസഹജമായി അല്ലാഹു തആല അവരിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു ക്ഷമയാണ്. ഇപ്പൊ ഒരു പോത്തിനെ ഒരു വടിയെടുത്തടിച്ച്, ആന വലിയ ജീവിയാണല്ലോ, ആനയെ അതിൻ്റെ ആനപ്പാപ്പൻ അതിൻ്റെ തോട്ടി കൊണ്ട് വേദനിപ്പിച്ചു, അതങ്ങനെ നിൽക്കും, ഒന്ന് കരയും. ആന വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഇതിനൊക്കെ കഴിഞ്ഞിട്ടും തിരിച്ച് പ്രതികരിക്കാൻ അറിഞ്ഞിട്ടും ഞാൻ അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നെ ഒന്നും ചെയ്യുന്നില്ലടാ. അങ്ങനെയാണോ ആന പറയണത്? അല്ല. അവയുടെ പ്രകൃതം അങ്ങനെയാണ്. മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ്.
അവന്റെ ദുർബലത എന്താ? അവനൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അവൻ പൊറുതികേട് കാണിക്കും. അവനൊരു സൗകര്യം ഉണ്ടായി കഴിഞ്ഞാലോ അവൻ വലിയ സന്തോഷമായിരിക്കും. ഈ രണ്ട് സ്വഭാവങ്ങളെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സംസ്കരിച്ചെടുക്കുമ്പോഴാണ് വിശുദ്ധ ഇസ്ലാം സബ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ നേട്ടം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ പഠനത്തിന് വേണ്ടി അസ്വബ്ർ എന്നതിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 3 തരം ക്ഷമയുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ഷമ സബ്റുൻ അലാ ത്വാഅത്തില്ലാ, അള്ളാഹുവിന് താഅത്ത് ചെയ്യുന്ന ഇടത്തുള്ള ക്ഷമ. അള്ളാഹ്ക്ക് താഅത്ത് ചെയ്യാന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ഇടത്തുള്ള ക്ഷമ. ഇബാദത്തുകൾ നിർവഹിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിക്കാൻ, അത് നിർവഹിക്കാൻ നമുക്കൊരു ക്ഷമ വേണം. അത് വലിയ ക്ഷമയാണ്. വിശുദ്ധ ഖുർആൻ സബറിനെ സ്വലാത്തുമായി ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. നിങ്ങൾ പരസ്പരം സഹായിക്കുക, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്ന് പറയുന്നിടത്ത് കാണാം ക്ഷമയും നമസ്കാരവും കൊണ്ട്. അപ്പൊ സബ്ർ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട്, ആരാധനയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പൂർണ്ണമായും എൻ്റെ ആരാധനയെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ് അതിനർത്ഥം. എൻ്റെ ഇബാദത്തിൽ റിയാ വന്നുകൂടാതിരിക്കാൻ, അതായത് അള്ളാഹ് അല്ലാത്തവരുടെ പ്രീതി ഞാൻ കാംക്ഷിക്കാതിരിക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്യുക എന്നർത്ഥം. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും? ഈ നിസ്കാരം കഴിയുന്നത് വരെ അള്ളാഹിനെ പറ്റി ചിന്തിക്കണം, അള്ളാഹ്ക്ക് മുമ്പിൽ സമർപ്പിക്കണം. ഇതാണ് നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോഴുള്ള ചിന്ത. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിക്കഴിയുമ്പോഴാണ് എന്തെങ്കിലും ഒരു ചിന്ത അടുത്തത് വരുന്നത്. അപ്പൊ വേഗം ആ ചിന്തയിൽ നിന്ന്, കടയിലത്തെ ചിന്തയായിരിക്കും വരിക, അല്ലെങ്കിൽ വീട്ടിലെ ചിന്തയായിരിക്കും വരിക, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുണ്ടായ ഒരു പ്രശ്നമായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാകേണ്ടുന്ന ഒരു വിഷയത്തെ പറ്റിയായിരിക്കും ചിന്തിക്കുക. ആ ചിന്ത വരുമ്പോ ഒരു മുത്തഖിയായ ആളാണെങ്കിൽ അയാൾ മനസ്സിലാക്കും, പഠിച്ചവനെ ഞാൻ മറ്റ് ചിന്തകളിലേക്ക് പോകുകയാണല്ലോ, ഞാൻ വീണ്ടും അള്ളാഹുവിലേക്ക് ചിന്തിക്കണം. അങ്ങനെ ചിന്ത വീണ്ടും അള്ളാഹുവിലേക്ക് കൊണ്ടുവരും. ആ കൊണ്ടുവരണമെങ്കിൽ ഒരു ത്യാഗമാണ്, ഒരു പ്രയാസമാണ് കൊണ്ടുവരാൻ. അള്ളാഹുവിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെയും നിസ്കരിക്കാൻ നിന്ന് ഫാത്തിഹയൊക്കെ ഓതി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേറെ ചിന്ത വരിക. ആ ചിന്ത മനസ്സിലട്ടുമ്പോ പിന്നെയും അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആകാൻ ശ്രമിക്കും. ഇത് 1, 2, 3 ആവർത്തിയായി കഴിയുമ്പോഴോ പിന്നെ അത് വിടും, എന്തെങ്കിലും ചിന്തിക്കട്ടെ, അപ്പോ അങ്ങനെ തീർക്കാൻ നിസ്കാരം. ആ ഒരു അലംഭാവം ഒഴിവാക്കുക എന്നാണ് അതിനർത്ഥം. താഅത്തിൽ, അള്ളാഹുവിന് താഅത്ത് ചെയ്യുന്നിടത്ത്, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നിടത്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളുടെ ഓരോ ഇബാദത്തും അള്ളാഹുവിന് വേണ്ടി മാത്രം ആക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമിക്കാൻ പറ്റുമോ അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. മുൻഗാമികളായ ആളുകൾ പറയുന്നുണ്ട്, 20 കൊല്ലം ഞങ്ങൾ നിസ്കാരത്തിൽ അള്ളാഹിനെ പറ്റി മാത്രം ചിന്തിക്കാൻ പരിശീലനം നേടിയിരുന്നു. 20 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു നിസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന്. ആരാ പറയണത്? സഹാബികളാണ്. സഹാബികൾ പറഞ്ഞ വർത്താനാണത്. 20 കൊല്ലം കഠിനാധ്വാനം ചെയ്തു, എന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹിനെ പറ്റി മാത്രം പൂർണ്ണമായും ചിന്തിച്ചുകൊണ്ടൊരു നിസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞത് എന്ന്. അപ്പൊ എത്രമാത്രം അവർ അധ്വാനിച്ചിട്ടുണ്ടാകും. അതാണ് സബ്റുൻ അലാ താഅത്തില്ലാ, അള്ളാഹുവിന് വഴിപ്പെടാൻ വിഷയത്തിൽ നാം കാണിക്കേണ്ടുന്ന ക്ഷമ. ഒരു നിസ്കാരം കഴിഞ്ഞു, ളുഹ്ർ നിസ്കരിച്ച്, നമ്മൾ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞാല്
അതിനുശേഷം നിർവഹിക്കേണ്ട തസ്ബീഹുകളുണ്ട്, അതേപോലെ ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, അല്ലേ? ഇത് എത്രമാത്രം ക്ഷമയോടെ കൂടി ഇരുന്ന് ശ്രദ്ധയോടെ നിർവഹിച്ച ആൾക്കാരുണ്ടാവും നമ്മുടെ കൂട്ടത്തില്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം പറയണം. ഈ 33 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 99 പ്രാവശ്യം ഇത് മൊത്തം വരും, അല്ലേ? എങ്ങനെയാണ് നമ്മുടെ ആളുകൾ സുബ്ഹാനല്ലാഹ് അതാണ് അങ്ങനെയാണ് അത് പറയേണ്ടത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അതല്ലേ ശരിക്കും? ഈ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അപ്പോഴായിരിക്കും ചിന്ത മാറുന്നത്. ഇത് തീർക്കണം. സബ്റുൻ അലാ താഅത്തില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് വിഷയം. ഈ ചെയ്യുന്ന അമല് എന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്ന എന്റെ പ്രസന്റേഷനാണ്. ആ പ്രസന്റേഷൻ ഞാൻ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പോൾ അതിന് ഉതകുന്ന അച്ചടക്കവും മര്യാദയും ഞാൻ പാലിക്കേണ്ടതുണ്ട്. അതാണ് ഈ പറയപ്പെട്ട അള്ളാഹ്ക്ക് താഅത്ത് ചെയ്യുന്നിടത്ത് നാം കാണിക്കേണ്ട ക്ഷമയെന്ന് പറഞ്ഞാല്. നോമ്പെടുക്കുന്നിടത്തും ഇത് തന്നെ അവസ്ഥ. സക്കാത്ത് കൊടുക്കുന്നിടത്ത് ഇപ്പോഴും നമുക്ക് പല ആളുകളുടെയും വിചാരം ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനായിട്ടില്ല എന്നാ. സക്കാത്ത് കൊടുക്കുന്നിടത്ത് ക്ഷമയുണ്ട്. എപ്പോഴും ഒരു പൊടി കൂടുതൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കണക്ക് കൃത്യമായിട്ട് നോക്കി സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. അവിടെയും ക്ഷമ അനിവാര്യമാണ്. ഇങ്ങനെ ഇബാദത്തുകളുടെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ ക്ഷമയോടുകൂടെ നമുക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘടകം. സബ്റുൻ അലാ താഅത്തില്ല. രണ്ടാമത്തേത് സബ്റുൻ അൻ മഹാരിമില്ല. അല്ലാഹു നിഷിദ്ധമാക്കിയ വിഷയത്തിൽ നമുക്ക് ക്ഷമയുണ്ടാകുക. ഹറാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ക്ഷമ അനിവാര്യമാണ്. നിസ്സാര പണിയല്ല ഹറാം ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഹറാം ഒഴിവാക്കിയ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ശീലങ്ങളിലൂടെ ഹറാം ഒഴിവാക്കിയ ആളുകൾ ഉണ്ടാകും. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ ഒരു ഹറാമായ വിഷയം വന്നാൽ ആ ഹറാമിനെ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നാ പരിശോധിക്കേണ്ടത്. ഇപ്പോഴും അടുത്ത ദിവസവും ഒരു 10 ദിവസം മുമ്പ് എന്നോട് ബാങ്കിൽ കിടക്കുന്ന പൈസയുടെ പലിശ എന്ത് ചെയ്യണം മൗലവി എന്ന് ചോദിച്ച ആളുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന ആളാ, ജമാഅത്തിനൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്, ഭയങ്കര തക്കവയൊക്കെയുള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷെ ബാങ്കിൽ കിടക്കുന്ന പൈസയുടെ അതിന്റെ പലിശ അത് ഞാൻ ഏത് മാർഗത്തിലാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് സംശയം ഇപ്പോഴും പോയിട്ടില്ല. ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാല് പിന്നെ അതിന്റെ വിശദീകരണം പരിശോധിക്കേണ്ടതുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് ഒരു കുപ്പി വിഷമാണെന്ന് അങ്ങോട്ട് കൂട്ടിക്കോ. ഒരു കുപ്പി വിഷമാണ്. ഈ വിഷം നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കോ? ഇല്ല, ആഗ്രഹിക്കില്ല. നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ അതിന്റെ മുകളിൽ നിങ്ങൾ കൊണ്ട് നോക്കൂ? ഇല്ല, വെക്കൂല. എന്താ കാരണം? അറിയാതെ ആരെങ്കിലും എടുത്ത് കുടിച്ചാലോ? നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ മിക്സായി പോയാലോ? ഇതൊരു വിഷമാണല്ലോ. അത് പാലിൽ കലക്കി കുടിച്ചാലും വെള്ളത്തിൽ കലക്കി കുടിച്ചാലും ചോറിൽ കുഴച്ച് കഴിച്ചാലും അതകത്തി എന്നാ മരിക്കുന്നറിയില്ലേ? പലിശ ഹറാമാണെന്ന് അറിയാത്ത ആരാളുള്ളത്? ആ ഹറാമായ പലിശ അത് ബാങ്കിൽ കിടക്കുമ്പോൾ അത് ഞാൻ എവിടെ ഉപയോഗപ്പെടുത്തണം എന്ന് റിസർച്ച് ചെയ്യുന്നവൻ അവന് ഈ സബ്ർ കിട്ടിയിട്ടില്ല. അത് വേണ്ട എന്ന് വെക്കാൻ ഒരു കരുത്ത് വേണം.
അതിന് സാധാരണ നമ്മുടെ ആളുകൾ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈസ ബാങ്കിൽ കിടന്ന് ആ ബാങ്കുകാർ അതെടുത്ത് നമുക്കെതിരെ ഉപയോഗപ്പെടുത്തും എന്നൊക്കെയാണ്. അല്ലാഹ് ഹറാമാക്കിയ ഒരു സാധനം, ആ സാധനം ഒഴിവാക്കിയിട്ട് അതുമൂലം നമുക്കെതിരെ ഒരു ടീം ഉപയോഗപ്പെടുത്തിയാൽ അതിൽ എന്ത് അർത്ഥം എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരിനി ഉപയോഗപ്പെടുത്തിക്കോട്ടെ. അവരുപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിനെ ഇല്ലാതെയാക്കാൻ കഴിയൂ? അങ്ങനെ കഴിയുന്ന മത ഇസ്ലാം? ഇസ്ലാം എന്താണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഈ പറയപ്പെട്ട വർത്തമാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. 1260കളിൽ അബ്ബാസിയ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞു. മുസ്ലിം ഉന്മൂലനമായിരുന്നു ലക്ഷ്യം. ഒന്നടങ്കം മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കാൻ തീരുമാനിച്ച്. ഇപ്പോഴും അങ്ങനെയൊക്കെയാണല്ലോ തീരുമാനിച്ചേക്കണേ, അല്ലേ? മുസ്ലിങ്ങളെ മൊത്തം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പൊട്ടന്മാര്, വിഡ്ഢികളാണ് ഇവര്. അല്പമെങ്കിലും സമകാലിക ചിന്ത, കാലഘട്ടത്തെ പറ്റി, ചരിത്രത്തെ പറ്റി ചിന്തയോ പഠനം ഉണ്ടെങ്കിൽ ഈ പമ്പര വിഡ്ഢികൾ ഈ പണിക്കിറങ്ങൂല. ഏറ്റവും ശക്തമായ ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ അബ്ബാസിയ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടം, വിദ്യാഭ്യാസം കൊണ്ട് 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന മുസ്ലിമീങ്ങൾ, സാമ്പത്തികം കൊണ്ട് 1-ാം സ്ഥാനത്ത് നിന്ന മുസ്ലിമീങ്ങൾ, സാമൂഹികപരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിരുന്ന ഇസ്ലാമിക ഭരണം നിലനിന്നിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തർത്താരികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, അവർക്ക് വിദ്യാഭ്യാസമേ ഇല്ല, അക്ഷരജ്ഞാനം ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പുരോഗതി ഇല്ലാത്ത കാലഘട്ടം. അങ്ങനത്തെ ആൾക്കാരാണ്. ആ തർത്താരികൾ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നുകളഞ്ഞു. ബഗ്ദാദിൽ മാത്രം 1 മില്യൺ മുസ്ലിങ്ങളെ കൊന്നത്. ബഗ്ദാദിൽ മാത്രം 1 മില്യൺ മുസ്ലിങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളില്ല. വാളും കുന്തവും കൊണ്ടാണ് കൊന്നേക്കുന്നത് 1 മില്യൺ മുസ്ലിങ്ങൾ. അപ്പൊ എത്രമാത്രം അവർ പണിപ്പെട്ടിട്ടുണ്ടാവും കൊല്ലാൻ? 100 മുസ്ലിമീങ്ങളെ ഒരു സ്ത്രീക്ക് വെച്ചു കൊടുക്കും. ഈ 100 നീ കൊന്നോളണം. 100 മുസ്ലിങ്ങളെ അടുത്ത പെണ്ണുങ്ങളാ കൊല്ലണത്. 100 മുസ്ലിങ്ങളാ. എന്നിട്ട് ഇസ്ലാം ഇല്ലാതെയായോ? ഇല്ല. അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആനില്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. എന്താ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം? വംശഹത്യക്ക് വിധേയമാക്കിയ ഒരു വിഭാഗത്തെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരിക. സമകാലിക വർത്തമാന വിഷയങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുസ്ലിം സമുദായത്തെ വംശഹത്യ ചെയ്യുന്നു എന്ന്, പലസ്തീനിലും മറ്റുമൊക്കെ. അങ്ങനെ ഒരു വംശഹത്യയുടെ വിഷയം വന്നാൽ അവിടെ മുസ്ലിമീങ്ങൾ എന്താണ് എന്ന് കൃത്യമായി അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരു കുട്ടിയെ കൊന്നപ്പോ ഒരു നാട് മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ച്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുട്ടി, അവിടെ അള്ളാഹിനെ പറ്റി അറിയുന്ന ആരും ഇല്ല, ഈ കുട്ടി മാത്രമേ ഉള്ളൂ. ആ കുട്ടിക്ക് ഒരു പണ്ഡിതനാണ് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടിക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം കാഠിന്യമായി. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൊല്ലാൻ രാജാവ് പുറപ്പെട്ടിറങ്ങി. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആ കുട്ടിയെ കൊന്നപ്പോ അത് കണ്ടു നിന്ന നാട് മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പൊ രാജാവ് എന്ത് ചെയ്ത്? ആ നാട്ടുകാരെ മുഴുവൻ കൊല്ലാൻ തീരുമാനിച്ചു. അതാണ് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം. കിടങ്ങിൽ തീയിട്ടിട്ടാണ് കൊന്നത്. അതാണ് ഉഖ്ദൂദ് എന്ന് പറഞ്ഞ കിടങ്ങാണ്. അള്ളാഹു പറഞ്ഞു, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്. തീ കത്തിച്ചുകൊണ്ടുണ്ടാക്കിയ കിടങ്ങുവാസികൾ കൊല ചെയ്യപ്പെട്ടു. ഇദ്ഹും അലൈഹാ ഖുഊദ്. അവർ അതിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു.
വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. മുഅ്മിനീങ്ങളോട് ഇവർ കാണിക്കുന്ന ഈ ദ്രോഹം കണ്ടുകൊണ്ടിരുന്നു ഒരു വിഭാഗം ആളുകൾ. ഒരു സമാനത തോന്നുന്നില്ലേ? ഇന്നത്തെ ഈ സമകാലിക വിഷയങ്ങളുമായി സമാനതയുണ്ട്. അത് തന്നെയാണ് ഞാൻ തർത്താരികളുടെ വിഷയത്തിലും സമാനതകൾ ഉണ്ടെന്ന് പറയാൻ കാരണം. തർത്താരികൾ പറഞ്ഞല്ലോ അക്ഷരജ്ഞാനം പോലുമില്ല. ഇത് പശുവിന്റെ പാല് കല്ലിന്റെ മുകളിൽ ഒഴിക്കുന്നു, പശുവിൽ നിന്ന് കിട്ടുന്ന വെണ്ണ കല്ലിന് തിന്നാൻ കൊടുക്കുന്നു, എന്നിട്ട് പശു വിടുന്ന ചാണകവും മൂത്രവും കുടിക്കുന്ന തർത്താരികളെക്കാൾ തരം താഴ്ന്ന ആൾക്കാർ ഇന്നുണ്ട് ഇവിടെ. അവരാണ് മുസ്ലിങ്ങളെ ഇപ്പോ ഈ CAA പറഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി വരുന്നത്, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വരുന്നത്. സമാനതകൾ ഒരുപാടാണ്. ഇവിടെയും സമാനതകളുണ്ട്. മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി അവര് തയ്യാറായപ്പോ ഇവര് അവിടെ കാത്തുക്കായിരുന്നു, കണ്ടോണ്ടിരിക്കായിരുന്നു. എന്തായിരുന്നു അള്ളാഹു പറയുന്നത്? അവരുടെ ചെയ്ത പ്രവർത്തനത്തെ പറ്റി പറയുന്നുണ്ട്. ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ശുഹൂദ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസീസും ഹമീദുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരു കുറ്റം മാത്രമാണ് അവർ ചെയ്തത്. അങ്ങനെ കിടങ്ങിൽ മൊത്തം ആളുകളെ ഇല്ലായ്മ ചെയ്തപ്പോൾ തൗഹീദ് ഇല്ലാതെയായോ? ആ മൊത്തം ആളുകളെ കൊന്ന ചരിത്രം ഖുർആൻ പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ അള്ളാഹു ഒരു പോയിന്റ് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദാലിക്കൽ ഫൗസുൽ കബീർ. അത് വലിയ വിജയമായിരുന്നു എന്ന്. മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം. അതിലൂടെ കിടങ്ങുവാസികളെ കൊല ചെയ്യപ്പെട്ട വിഷയത്തിലൂടെ തൗഹീദ് എന്താണ് എന്നുള്ളത് പരിസരവാസികൾ അറിഞ്ഞു. പരിസരവാസികൾ തൗഹീദിലേക്ക് വന്നു, തൗഹീദ് പ്രചരിച്ചു. അത്ര ഉണ്ടാകുള്ളൂ ഇവിടെ CAയും. പിന്നെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ അതിനാണ് ഈ സബ്ർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ക്ഷമിക്കാൻ കഴിയണം. ഇന്നലെ വയനാട്ടിലേക്ക് പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഒരു സുൽത്താൻ ബത്തേരിയിലായിരുന്നു പരിപാടി. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ ആണ് അവിടുത്തെ സെക്രട്ടറി, മറ്റേ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ. അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. ഒരു കുടുംബം മുഴുവനും യൂറോപ്പിലേക്ക് പോയി. ഇന്ന് ഒരു കുടുംബം മൊത്തം യൂറോപ്പിലേക്ക് പോയി. 5 ലക്ഷം രൂപ വെച്ചിട്ടാണ് യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി വിസയ്ക്ക് കൊടുത്തതെന്ന്. 5 ലക്ഷം രൂപ വെച്ചിട്ട്. മുസ്ലിങ്ങളാണ്, ദഅവ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു യൂറോപ്പിലേക്ക് പോയിട്ട് എന്ത് ദഅവത്ത്, അവിടെ ഉള്ള അവസരങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ദഅവത്തിനൊന്നും വേണ്ടി പോയതല്ല, CAA നടപ്പിലാക്കുമെന്ന് പേടിച്ചിട്ട് നാട് വിട്ടുപോയതെന്ന്. എന്താണ് അവസ്ഥ? ഇത്രേ ഉള്ളൂ. അള്ളാഹു നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇട്ട് തരുമ്പോ അതിലൂടെ അള്ളാഹു നമ്മളെ ഞെരുക്കല്ല ചെയ്യുന്നത്, നമ്മുടെ വിശ്വാസത്തെ വിശാലമാക്കുക ചെയ്യുന്നത്. ഇപ്പൊ കുറെയൊക്കെ മുസ്ലിമീങ്ങൾ, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾ കുറെയൊക്കെ ഈ ദീനീപരമായി ആക്റ്റീവായി. ഈ ജാതി സർക്കാർ വന്നപ്പോഴാണ് അത് ഉണ്ടായത്. അവിടെ ഒരു ഇസ്ലാമിക ഭരണമായിരുന്നെങ്കിൽ ഇത്ര പോലും ഉണ്ടാവൂലായിരുന്നു. അത് മനസ്സിലാക്കണം. നമ്മളെ അള്ളാഹു തർബിയത്ത് ചെയ്തൊരു രീതിയാണ്. ഏതായാലും മഹാരിമുകൾ, ഹറാമുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക എന്നുള്ളത് അത് നമുക്ക് ക്ഷമയുടെ ഒരു ഭാഗമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഹറാമിൽ മുമ്പിൽ വരുമ്പോൾ ഇത് ഹറാമാണല്ലോ റബ്ബേ, ഈ ഹറാമ് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വിട്ടു നിൽക്കുക, മഹാരിമുകളിൽ നിന്നും അകന്നു നിൽക്കുക ക്ഷമയുടെ 2ാമത്തെ ഭാഗമാണ്. ക്ഷമയുടെ 3ാമത്തെ ഭാഗം സബ്റുൻ അൻ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ. അള്ളാഹുവിന്റെ വേദനിപ്പിക്കുന്ന ചില വിധികളുണ്ട്. ആ വിധികളിൽ നിന്ന് നമ്മൾ ക്ഷമിക്കുക. നമുക്ക് പോലും ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും, ചില ഇഷ്ടമല്ലാത്ത തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും, നമ്മളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകും. അവിടെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുക. ഈ 3 ക്ഷമകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ക്ഷമ. അതിൽ 3ാമത് പറഞ്ഞ ക്ഷമ, ആ ക്ഷമയെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫസബ്റൻ ജമീല എന്ന് പറഞ്ഞത്. മനോഹരമായ ക്ഷമ എന്നാണ് അതിനർത്ഥം. എന്താ ഈ മനോഹരമായ ക്ഷമ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും അത്.
ആ വരാനിരിക്കുന്ന സംഭവം നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം, നമ്മൾ ഒരു തരത്തിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത വിഷയമായിരിക്കാം. അത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ ബേജാറാകാതെ, നമ്മൾ എടുത്തു ചാടാതെ, നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ ക്ഷമിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ സബ്റുൻ ജമീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറയുന്നിടത്താണ് അള്ളാഹു ഈ സബ്റുൻ ജമീൽ എന്ന പ്രയോഗം നടത്തിയത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് അലൈഹിസ്സലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ സംഭവം, ആ സംഭവം യാക്കൂബ് നബിയുടെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പിന്നിൽ എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ, അതെനിക്കറിയാം. ഇവിടെ ഞാൻ ക്ഷമിക്കുകയാണ്. ഫസബ്റുൻ ജമീൽ, ഞാനിവിടെ ഭംഗിയായ ഒരു ക്ഷമയാണ് നടത്തിയിട്ടുള്ളത്. സബ്റുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കരയാതിരിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെയൊന്നും അർത്ഥമില്ല. ഞാൻ ക്ഷമിച്ചു, അതിനർത്ഥം ഞാൻ കരയാതിരിക്കുക. ക്ഷമയും കരച്ചിലും തമ്മിൽ വ്യത്യാസമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കുട്ടി, ഒരു ചെറിയൊരു കുഞ്ഞ്, ആ കുഞ്ഞിന് സുഖമില്ലാതെയായ വിവരം അറിയിച്ചു, അള്ളാഹുവിന്റെ റസൂലിനെ അറിയിച്ചു. കുട്ടിക്ക് സുഖമില്ല എന്നുള്ളത്, മകളുടെ കുട്ടിയാണ്. അപ്പോ സുഖമില്ല എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തന്നത് തിരിച്ചെടുക്കും, നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മകളും വിവരം അറിയിച്ചു, നബിയോട് പറഞ്ഞു, നബിയെ അങ്ങനെയല്ല, ഇവിടെ വരണം, നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഈ മകളുടെ അടുത്തേക്ക് ചെന്ന്, അപ്പോൾ ആ കുഞ്ഞിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് മകൾ. മരണത്തിന്റെ വക്കിലാണ് ആ കുഞ്ഞ്. അങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുക, മരണ വെപ്രാളത്തിന്റെ സമയത്ത് ആ കുഞ്ഞ് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം കണ്ടപ്പോൾ കരഞ്ഞു. തൊട്ടു മുമ്പ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ റസൂലുള്ള ഈ രംഗം കണ്ടപ്പോൾ കരഞ്ഞു. കരഞ്ഞപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാന്റെ റസൂലെ, അങ്ങ് കരയുകയാണോ എന്ന്? ക്ഷമിക്കണം എന്ന് പറഞ്ഞ ആള് കരയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കാരുണ്യമാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്ത കാരുണ്യാണ്. അപ്പൊ വാപ്പ മരിച്ച് അല്ലെങ്കിൽ ഉമ്മ മരിച്ച് കുട്ടികൾ ആരെങ്കിലും മരണപ്പെട്ട് നമ്മൾ കരഞ്ഞാല് അത് ക്ഷമയില്ല എന്നല്ല അതിനർത്ഥം. അല്ല, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനെ കാണാതെയായി വിവരം കിട്ടിക്കഴിഞ്ഞപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞു. എത്ര കൊല്ലം കരഞ്ഞ്? 40 കൊല്ലം കരഞ്ഞ്. ആ 40 കൊല്ലം കരഞ്ഞ യാക്കൂബ് നബിയെ പറ്റി ഖുർആൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ക്ഷമ സബ്റുൻ ജമീലാണ്, ഏറ്റവും നല്ല ക്ഷമയായിരുന്നു എന്നാ പറഞ്ഞ. അപ്പൊ കരച്ചിലിനെ ക്ഷമയായിട്ട് കൂട്ടിച്ചേർക്കേണ്ട. നമ്മൾ കരഞ്ഞു നിന്നിരിക്കും പ്രയാസം ഉണ്ടാകുമ്പോ, വിഷമം ഉണ്ടാകുമ്പോ, സങ്കടം വന്ന് കണ്ണുനീര് പുറത്തു വന്നിരിക്കും. പക്ഷെ അതിനല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങൾക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക എന്നർത്ഥം. വേണമെങ്കിലും തന്റെ മോനെ കൊന്നു ഇവര് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മക്കളെ വേണമെങ്കിൽ ശിക്ഷിക്കാം, ആ മക്കളെ വേണമെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ ആ മക്കളെ വേണമെങ്കിൽ പുറത്താക്കാം. ഒന്നും ചെയ്തില്ല അദ്ദേഹം. അപ്പൊ അതിനാണ് സബ്റുൻ ജമീൽ എന്ന് പറയുന്നത്. പ്രതികരിക്കാൻ കഴിവുണ്ടായിട്ട്, നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിവുണ്ടായിട്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല, തിരിച്ചു ചെയ്യുന്നില്ല, അത് റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ നിശബ്ദമാവുക. അതിനാണ് സബ്റുൻ ജമീൽ എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂല് ഒരു വലിയ ആരോപണം ഉണ്ടാക്കിയല്ലോ, വ്യഭിചാര ആരോപണം ഉണ്ടാക്കി. ആ വ്യഭിചാര ആരോപണം ഉണ്ടാക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ വിഷയത്തിൽ പ്രതികരിച്ച രീതി ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾ പറയുന്ന ആരോപണത്തിന് വിധേയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. നിങ്ങൾ പറഞ്ഞ ആരോപണത്തിന് ഞാൻ വിധേയമായി എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കളവായിരിക്കും പറയുന്നത്.
അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. ഇവിടെ യഅ്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വർത്തമാനമാണ് ഞാൻ പറയുന്നത്. ഈ വിഷയം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ സബ്റുൻ ജമീൽ വർത്തിക്കുകയാണ്. ഏറ്റവും അങ്ങേ അറ്റത്തെ ക്ഷമ. അപ്പൊ ഈ 3 ക്ഷമകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അത് ഒരുപാട് ത്യാഗത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏറ്റവും വലിയ ശക്തൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൈസ ശദീദു ബിസുർഅ, എതിരാളിയെ അടിച്ചു വീഴ്ത്തുന്നവനല്ല ശക്തൻ. ഇന്നമ ശദീദുല്ലദി മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുമ്പോൾ ശരീരത്തെ ഒതുക്കി നിർത്താൻ കഴിവുള്ളവനാണ് ഏറ്റവും വലിയ ശക്തൻ. ഹറാമുകൾ വരുമ്പോൾ ഹറാമിന്റെ മുമ്പിൽ ഞാൻ പെടുന്നില്ല എന്ന് കൃത്യമായി തീരുമാനമെടുക്കാൻ കഴിയുന്നവനാണ് ശക്തൻ. റബ്ബിന്റെ മുമ്പിൽ ഇബാദത്ത് എടുക്കുമ്പോൾ ഞാൻ കൃത്യമായി റബ്ബിനെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് അസ്മ ചെയ്യുന്നവൻ, അവനാണ് ശക്തൻ. ഞാന് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഒരു ആള്, അദ്ദേഹം ഞാൻ തൗബയെ സംബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം എന്നോട് വന്നിട്ട് ചോദിച്ചു, മൗലവി, ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹറാമിൽ നിന്നും പിന്മാറിയാലല്ലാതെ തൗബ കിട്ടൂലല്ലോ. അതാണല്ലോ ഇന്നത്തെ പ്രസംഗത്തിൽ മൗലവി പറഞ്ഞത്. ഞാൻ ബാങ്കിലെ ഒരു മാനേജറാണ്, എനിക്ക് തൗബ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് തൗബ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞില്ല, പറ്റില്ല എന്നും പറഞ്ഞില്ല. കാരണം എനിക്കത് പറയാൻ അധികാരമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആക്കിലുർ റിബ വ മൂക്കിലുഹു വ കാത്തിബുഹു വ ഷാഹിദുഹു കുല്ലുഹും സവാഉൻ ഫിന്നാർ. പലിശ തിന്നുന്നവനും പലിശ തീറ്റിക്കുന്നവനും പലിശ എഴുതുന്നവനും കണക്കെഴുതുന്നവനും അതിന് സാക്ഷി നിൽക്കുന്നവനൊക്കെ നരകത്തിൽ ഒരേപോലെയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പോയി. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ, കുറെ ആഴ്ചകൾ കഴിഞ്ഞു, അതിനുശേഷം ഇതുപോലെ അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, മൗലവി, ഞാൻ മാനേജർ പദവിയിൽ നിന്ന് ഒഴിവായി, എന്നിട്ട് ക്യാഷിയർ ആയിട്ടിരിക്കുകയാണ്. കൗണ്ടറിൽ പൈസ എടുത്തു കൊടുക്കലും വാങ്ങലും, വേറെ പണിയൊന്നുമില്ല. ഇനി എനിക്ക് തൗബ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞ അതേ ഹദീസ് വീണ്ടും പറഞ്ഞു. പൈസ കൊടുക്കല്, പലിശ കൊടുക്കുന്നുണ്ടല്ലോ, അതില് പലിശ മേടിച്ചു വെക്കുന്നുണ്ടല്ലോ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞു. ഇത് 2008 2009 മറ്റോ നടന്നൊരു സംഭവമാണ് കേട്ടോ. വർഷങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി 17 ഞാൻ സൗദി അറേബ്യയിൽ ഖത്തീഫ് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഒരു പരിപാടിക്ക് പോയതാണ്. ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നീണ്ട ദാടിയൊക്കെ വെച്ചിട്ട് ഒരാൾ എന്നെ വന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം കുറെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നെ ആ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, മൗലവിക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല. പല ആളുകളെ കാണുന്നതല്ലേ, പേര് പറഞ്ഞാലും അറിഞ്ഞോളുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പേര് ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പേര് പറഞ്ഞാലും അറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പണ്ട് ഒരു ബാങ്ക് മാനേജർ തൗബയുണ്ടോ എന്ന് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് വന്ന് ഓർമ്മയുണ്ടോ? ആ ഉണ്ട്, ഓർമ്മയുണ്ട്. ആ ആളാണ് ഞാൻ. നിങ്ങൾ രണ്ടാമത് എന്നോട് പറഞ്ഞല്ലോ, ക്യാഷ്യർ ആയിട്ടിരിക്കുമ്പോൾ ഈ വിഷയം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു വർത്താനം എന്നോട് പറഞ്ഞത്. ഞാൻ അന്ന് തന്നെ റിസൈൻ ചെയ്ത് പിന്നീട് ഞാൻ കുറച്ച് ജോലികൾ അതൊക്കെ ചെയ്ത് ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റിലെ മുദീറായിട്ട് വർക്ക് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, മൗലവി, ഞാൻ അവിടെ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ ഒരു വലിയൊരു മാനേജർ, വലിയൊരു പദവിയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എനിക്ക് എന്ത് സാലറി കിട്ടുമോ അതിൻ്റെ 3 ഇരട്ടി സാലറി എനിക്ക് ഇന്ന് ഇവിടെ കിട്ടുന്നുണ്ട്.
ക്ഷമയുടെ ഒരു രീതിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. തിന്മകളിൽ നിന്ന് മാറാൻ എനിക്ക് കഴിയുന്നില്ല എന്നാരും പറയണ്ട. നമ്മൾ ശ്രമിച്ചാൽ മാറും. അതിനാണ് ഈ ക്ഷമ ആവശ്യം. ഹറാമുകൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എനിക്കതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല എന്നാരും പറയണ്ട. കഴിയും. ഹറാമുകളിൽ നിന്ന് മാറാൻ കഴിയും. ഞാൻ ആ ഹറാം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പല ആളുകളുണ്ട്. ഒരു ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ആ ഷോപ്പിൽ വിഗ്രഹങ്ങൾ കച്ചവടം ചെയ്യുന്നു. വിഗ്രഹങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു ഷോപ്പ്, അതിൽ പലതും കച്ചവടം ചെയ്യുന്നു, ആ കൂടുതൽ വിഗ്രഹങ്ങളും കച്ചവടം ചെയ്യുന്നു. ഒരു ഖുതുബയ്ക്ക് ശേഷം അദ്ദേഹം എന്നോട് വന്നിട്ട് ചോദിച്ചു, മൗലവി, വിഗ്രഹങ്ങൾ കച്ചവടം ചെയ്യുന്നു, അങ്ങനെ വരുമ്പോൾ ഞാൻ വിഗ്രഹ കച്ചവടത്തിൽ പങ്കുകാരനാകൂലേ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കടയിൽ പലതും വിൽക്കുന്നുണ്ട്, പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഇതും വിൽക്കുന്നുണ്ട്. നിങ്ങൾ അതിന്റെ പേരിൽ തെറ്റുകാരനാകുമെന്ന് തീർപ്പിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ സൂക്ഷ്മത പാലിക്കുന്നവന് അത് തിന്മയാണ് എന്ന ഒരു ബോധമുണ്ട് എങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയണം. അദ്ദേഹം പറഞ്ഞ്, ഞാൻ അതിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നും അറിയില്ല, വേറെ പരിപാടിയൊന്നും അറിയില്ല, നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു പോന്നു. ഇന്നും അതേപോലത്തെ ഒരു ഷോപ്പിന്റെ ഓണറാണ് അദ്ദേഹം. വിഗ്രഹം മാത്രം കച്ചവടം ചെയ്യുന്നില്ല, സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞു. ഹറാമുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ അല്ലാഹു തആല ഹലാലിന്റെ വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അത് നമ്മൾ അറിയാതെ പോകരുത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹുവിനെ തഖ്വ ചെയ്താൽ അല്ലാഹു ഒരു വഴി ഉണ്ടാക്കി തരും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല അവന് ഉപജീവനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയപ്പെട്ട 3 വിഷയങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പരമാവധി ഏതെല്ലാം വിഷയത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയോ അത് നമ്മൾ ശീലിച്ചെടുക്കലാണ്. ക്ഷമയെ പരിശീലിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം. ക്ഷമിക്കണം, നുബുവത്ത് ലഭിച്ച് 13 വർഷത്തോളം മക്കയിലെ കാലഘട്ടത്തിൽ ക്ഷമ പരിശീലിപ്പിക്കുകയായിരുന്നു. ആ ക്ഷമ പരിശീലിച്ച് ക്ഷമയിൽ സജ്ജരായി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന്റെ അനുമതി കൊടുത്തത്. ഏറ്റവും വലിയ ക്ഷമാശീലരായിക്കൊണ്ടാണ് അവർ യുദ്ധത്തിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങിയത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ വൈകാരികമായി എടുത്തു ചാടുക, വൈകാരികമായി ആ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതല്ല വിശ്വാസിയുടെ നിലപാട് എന്ന് തിരിച്ചറിയുക. വിശുദ്ധ ഖുർആൻ ക്ഷമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിടത്തൊക്കെ ഒരു പ്രധാനമായൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്ക് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമയുള്ള ആളുകൾക്ക് അല്ലാഹു തആല ക്ഷമയുടെ കൂലി രേഖപ്പെടുത്തുന്നത് ബിഗൈരി ഹിസാബ്, കണക്ക് നോക്കാതെയാണ്. ക്ഷമയ്ക്കുള്ള കൂലി എത്രയാ പറയാൻ പറ്റൂല. ഞാൻ ക്ഷമിച്ചു, അതിന്റെ പ്രതിഫലം എത്രയാ പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമിനെയും ചേർത്ത് പറഞ്ഞു. അസ്സൗമു ലി വ അന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ് അല്ലാഹു പറഞ്ഞതായിട്ട്, അതിന്റെ കൂലി ഞാനാണ് കൊടുക്കുന്നത്. നോമ്പിന്റെ കൂലി എത്രയാ അറിയില്ല, എത്രയാണെന്നറിയില്ല. അപ്പൊ ക്ഷമയുടെ പ്രതിഫലവും നോമ്പിന്റെ പ്രതിഫലവും എത്രയാണെന്നറിയില്ല, അത് കണക്കില്ലാത്തതാണ്. അത് തന്നെയാണ് നോമ്പ് ശഹ്റു സൗം എന്ന പേരിൽ റമദാൻ അറിയപ്പെടാനുള്ള കാരണം. സ്വബറിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സബ്റു ദിയാഉൻ. ക്ഷമ പ്രകാശമാണ്. ക്ഷമ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഹദീസിന്റെ വിശദീകരണങ്ങളിലെല്ലാം കാണാൻ കഴിയും, ഞങ്ങൾ മനുഷ്യന്മാരാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് ഞങ്ങൾ ക്ഷമ പഠിച്ചതിന് ശേഷമാണെന്ന് സഹാബികൾ പറഞ്ഞു. നമ്മൾ മനുഷ്യന്മാരാകണമെങ്കിൽ നമ്മൾ ക്ഷമ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്.
ആ വിഷയത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ചില പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഏത് വിഷയത്തിൽ ക്ഷമിക്കുന്നുവോ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ഒരു കുറവും വരുത്തുകയില്ല. പക്ഷെ നമ്മൾ ക്ഷമിക്കുമ്പോൾ ഈ ഭൗതികപരമായ വിഷയങ്ങളോ ഭൗതികപരമായ കാര്യങ്ങളോ മുൻനിർത്തി ആകരുത് എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ക്ഷമാശീലന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ ആ മനാറുൽ ഹുദയുടെ സദഖയുടെ വിഷയം, അത് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കണം. അതായത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പരിസരത്തൊന്നും എവിടെയും ഇല്ലാത്ത ഒരു പുതിയ ഒരു സംവിധാനമാണ് വേങ്ങര മനാറുൽ ഹുദയിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിത് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ട പ്രധാനമായ കാര്യം, ഒന്ന്, നമ്മൾ 5 വിഷയങ്ങൾ ഖുർആനുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരിക്കണം. ഒന്ന്, ഖുർആൻ പാരായണം ചെയ്യണം. 2, ഖുർആന്റെ ആശയം പഠിക്കണം. 3, നമ്മൾ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. 4, നമ്മൾ ആ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടണം. 5, നമ്മൾ ആ ഖുർആൻ മറ്റ് സമൂഹത്തിന് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ 5 ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതിൽ ഖുർആന്റെ പാരായണം, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ തെറ്റില്ലാതെ ഓതാറിയാം? എത്ര ആളുകൾക്കറിയാം? ചോദിച്ചാൽ ആളുകൾ തീർത്ത് പറയില്ല, എനിക്കറിയാമെന്ന് പറയില്ല. ഒരു നല്ല ഖാരിഇന്റെ മുമ്പിൽ സൂറത്തുൽ ഫാത്തിഹ തെറ്റില്ലാതെ ഞാൻ ഓതാമെന്ന് ധൈര്യത്തിൽ എത്ര പേർക്ക് പറയാൻ അറിയുമെന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന ആളുകളെ പറയുള്ളൂ. അതിൻ്റെ കാരണം എന്താ? ഫാത്തിഹ ഓതാൻ അറിയാത്തത് കൊണ്ടാണോ? ഓതാൻ അറിയാം നമുക്ക്, പക്ഷേ അതിൻ്റെ തെറ്റ് എന്താണ്, ശരി ഏതാണ് എന്ന് നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലെ മസ്ജിദുകളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇമാമീങ്ങളെ വെക്കൽ നമ്മൾ നിർബന്ധിതരായത് എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആൻ ഹാഫിളുകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ല, ഹാഫിളുകളുണ്ട്. പക്ഷേ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയ ഖിറാഅത്ത് അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ മഖ്റജ്, അതിൻ്റെ സിഫത്ത്, അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭംഗിയായി അത് ഖിറാഅത്ത് ചെയ്യാൻ, അത് തർത്തീൽ ചെയ്യാനുള്ളതായ പരിശീലനം. അതുപോലെ തന്നെ ആശയത്തോടൊപ്പം ഖുർആൻ പഠിക്കുക. അള്ളാന്റെ കലാമല്ലേ? അള്ളാന്റെ കലാമിൽ ഒരു ആയത്ത് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഒരാളോട്, നമ്മളൊരു മുസ്ലിം ആയ ആളാണ്, മുജാഹിദ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ്, ഒരു നോൺ മുസ്ലിം ആയ ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, അല്ല മുസ്ലിം ആയ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ തൗഹീദിന്റെ ആൾക്കാരും ഖുർആന്റെ സുന്നത്തിന്റെ ആൾക്കാരല്ലേ, ഈ ആയത്തിന്റെ ആശയം എന്താ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്നതാണ് ഖുർആന്റെ കാര്യങ്ങൾ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ ഖുർആനെ നാം എളുപ്പമാക്കി. ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ഇല്ലേ എന്നാ ചോദിക്കുന്നത്. അത്രയും സിമ്പിളായ രീതിയിൽ ഖുർആൻ പഠിക്കാൻ കഴിയും. അങ്ങനെ ഒരു സിലബസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് വേങ്ങര മനാറുൽ ഹുദ സ്ഥാപനം, ഹിഫ്ള് ഖുർആൻ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അത് പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഞാനും നസീറുദ്ദീൻ റഹ്മാനിയും മാത്രമാണ് ഇതിൻ്റെ ഈ വിഷയങ്ങൾ, അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലുള്ളത്. പലയിടങ്ങളിൽ പോയും ഫണ്ട് കളക്ട് ചെയ്ത് ആണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ കുട്ടികളിൽ നിന്ന് ഫീസ് തരുന്നവരുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ 3-3.25 ലക്ഷം രൂപയോളം കടത്തിലാണ് ആ സ്ഥാപനം പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, ആ സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ കൊണ്ടാകുന്ന സ്വതക്ക ചെയ്യുക. കടത്തിലേക്ക് നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതങ്ങളുണ്ട് എങ്കിൽ ആ 3.5 ലക്ഷം രൂപ 3.25 ലക്ഷം രൂപയോളം കടമുണ്ട്, ആ കടത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ മാറ്റിവെക്കുക. അതുപോലെ ഈ 6-ാം തീയതി വരെ, ഏപ്രിൽ 6-ാം തീയതി വരെ അവിടെ കുട്ടികൾ നോമ്പ് തുറക്കുണ്ടാകും. ആ കുട്ടികൾക്ക് നോമ്പ് തുറക്കാനുള്ള
ഇത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു ദിവസം 3000 രൂപയാണ് നോമ്പുതുറ. സ്പെഷ്യലായിട്ട് നോമ്പുതുറ ഉണ്ടെങ്കിൽ 4000 രൂപ അങ്ങനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക. ഏതായാലും നമ്മളെ കൊണ്ടാകുന്നൊരു സഹായം ആ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അസൽ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് സാക്ഷികളാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാനും അതിൽ തദബ്ബുർ ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.